അങ്ങനെ കെട്ടിയൻ്റെ ഒരു നീണ്ട പ്രവാസ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ബഹ്റിൻ വിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ ചായയിൽ നിന്ന് തുടങ്ങാം അല്ലേ. കട്ടൻ ചായയാണ്. അപ്പം രാവിലെ തന്നെ എണീറ്റു. ഒരു 10 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഞങ്ങൾ എണീറ്റത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ എൻ്റെ ചായയും കൂടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് പോയി. ഇനി ചായ അങ്ങോട്ട് കുടിക്കാൻ പോവാണ്. നല്ല കുറച്ച് അധികം സമയം കടന്നതുകൊണ്ടാണോ 10 മണി വരെയൊക്കെ കടന്നുകൊണ്ട് മുഖമൊക്കെ നല്ല വീർത്തിരിക്കുമായിരുന്നു. എന്നാലും ഞാൻ രാത്രി കടന്നപ്പോൾ ഒരുപാട് വൈകിയായിരുന്നു കടന്നത്. എന്നാലും രാവിലെ ഇത്രയും താമസിച്ച് നിൽക്കുമ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. അച്ഛൻ അവിടെ ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്, ടിക്കറ്റിൻ്റെ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ നോക്കുകയാണ്. അപ്പോൾ മോൻ ഇതുവരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അവിടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് രാവിലെ അലമാരി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണേ. ആ കമ്പി അങ്ങ് മാറ്റ്. അതൊക്കെ കഴിഞ്ഞ് അപ്പുമോൻ എണീറ്റപ്പം അപ്പുമോന് ചൂടോടെ ഇത്തിരി കഞ്ഞി കൊടുക്കാണ്ട്. കഴിഞ്ഞ ദിവസത്തെ വ്ലോഗ് കണ്ടറിയാം. അപ്പുമോന് പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കഞ്ഞിയാണ് ഇന്നും വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു പ്രത്യേകത ഉള്ളൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ റിസൈൻ കൊടുക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം 6.5 വർഷത്തെ ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ന് പേപ്പർ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത് സബ്മിറ്റ് ചെയ്യണം. ഇനി 2 മാസം അതിൻ്റെ നോട്ടീസ് പീരീഡ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകും. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്ത് നിൽക്കാനാണ്. നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ അടുത്ത് ഈ ഒരു നിലയിലാണെങ്കിൽ ഞങ്ങൾ 2 ഫാമിലിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രൈവസി കിട്ടാറുണ്ട് കേട്ടോ. അപ്പൂസിനെയും കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നാണ് ഇരിക്കാറുള്ളത്. ഞങ്ങളുടെ ചില സമയങ്ങൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. മമ്മി on the best car, baby on the best car. Baby എങ്ങനെ baby on the best car, mummy on the best car, baby on the best car. തോന്നണം. അപ്പൂസ് ഭയങ്കര നിർബന്ധ കരച്ചില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം ഇരിക്കുക. അപ്പം തന്നെ ആൾ ഓക്കെ ആവാറുണ്ട്. നല്ലതായിട്ട് ഞാൻ എന്തായാലും ഇവിടെയൊക്കെ മിസ് ചെയ്യും. എന്തോ എന്താ അപ്പോൾ ഇന്നെൻ്റെ ബഹ്റിനിലെ അവസാനത്തെ ക്രിക്കറ്റ് കളിയാണ്. അപ്പോൾ ഇന്നോട് പോയി കളിച്ചിട്ട് നിർത്തുകയാണെല്ലാം. ഇന്ന് വെള്ളിയാഴ്ച, ഞായറാഴ്ചയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇതിലൂടെ കളിച്ചെല്ലാം അവസാനിപ്പിക്കുകയാണ്.
പറയുന്നത് പല ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് ബഹ്റൈനിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ലാസ്റ്റ് കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം വൈകുന്നേരം ആയപ്പം ഞാനും അച്ഛനും കൊച്ചും കൂടെ അച്ഛൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ലുലുവിലോട്ടായിരുന്നു. അതിനു മുമ്പ് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ ലുലുവിൽ എത്തിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ നോക്കണമായിരുന്നു. തന്നെ അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാമെന്നും വിചാരിച്ചു. ഇനി ഞങ്ങളൊരു 1.5 മണിക്കൂറോളം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ അതിൻ്റെ സാധനങ്ങൾ തപ്പി നടന്നാണ് സമയം പോവാറ്. ഇന്ന് പക്ഷേ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം നല്ലൊരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സമയം നമ്മൾ അപ്പുമോനെയും കൊണ്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മീനെയൊക്കെ കാണിച്ച് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഇതാ ഇവിടുന്ന് നമ്മൾ ആ സെക്കൻഡ് നിലയിലോട്ട് കയറി പോകുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അവിടുത്തെ ലൈറ്റിംഗ് എഫക്റ്റ് ആയാലും എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിനെ ഭയങ്കര കാമാക്കുന്ന ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയും കൂടെ കൂടുതലുണ്ടായിരുന്നു. അല്ലെങ്കിൽ മൊത്തം ആൾക്കാരാണല്ലോ എപ്പോഴും ഇവിടെ, പക്ഷേ ഇന്ന് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോരുന്നേ. അങ്ങനെ ബഹ്റൈനിലുള്ള ഒരു ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങളിത് അവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് വൈകിട്ട് കൊണ്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോകും. സമയം എന്ന് പറയുന്നത് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ഈ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരിക്കും.
ഇപ്പം ഞാനും കൊച്ചു കൂടെ ഉണ്ട്. അച്ഛനാണെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോയേക്കുക, 1-2 എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയേക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇനി നാട്ടിലുള്ള വിശേഷങ്ങളും നാട്ടിലെ വ്ളോഗുകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബഹ്റൈൻ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒത്തിരി മിസ് ചെയ്യും. ഇവിടെയുള്ള ആൾക്കാരെ മിസ് ചെയ്യും. കുറേ പേര് നമുക്ക് ഇവിടെ വന്ന് കൂട്ട് കിട്ടിയ കുറേ പേരുണ്ട്. എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യും, ഉറപ്പാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരെ നേരിട്ട് പോയി കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നടന്നില്ല. നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഇതൊക്കെ ഒരുങ്ങി തുടങ്ങിയായിരുന്നെങ്കിൽ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഈ ഒരു സമയത്ത് ഇത്തിരി സമാധാനത്തോടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്താവും ഒരു പിടുത്തമില്ല. ഇപ്പോൾ കുറേ കേസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഡിലേ ആവുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നാളെ ഇനി എന്താവുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. എന്തായാലും പ്രാർത്ഥിച്ചിറങ്ങാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഒരു അച്ചച്ചൻ്റെ ഒരു 7 വർഷത്തെ പ്രവാസ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷം എന്നെ സംബന്ധിച്ച് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത്. ഇനി നാട്ടിൽ ചെന്നാലും ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാലും ഇവിടെ ഉള്ളൊരു ലൈഫ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇവിടെ ഉള്ളൊരു ലൈഫായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇന്നിപ്പോൾ ഒരേ സാഹചര്യം ആയിരിക്കണം എന്നൊന്നുമില്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. നല്ലൊരു ഹാപ്പി ലൈഫ് നമുക്ക് വേണം എന്നല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഞങ്ങൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പം ഇനി നാട്ടിലെ വ്ളോഗുകളൊക്കെ ആയിട്ട് വരാം, പോകുന്ന വ്ളോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.